സിൽക്ക് സ്മിത എന്ന പേരിൽ അറിയപ്പെടുന്ന വഡ്ലപതി വിജയലക്ഷ്മി. പ്രശസ്തിയുടെ വെളിച്ചവും ജീവിതത്തിന്റെ നിഴലുകളും. ഒരു തെന്നിന്ത്യൻ താരമായിരുന്നു സിൽക്ക് സ്മിത എന്ന പേരിൽ കൂടുതലായി അറിയപ്പെട്ടിരുന്ന വിജയലക്ഷ്മി. ഡിസംബർ 2, 1960 ആന്ധ്രാപ്രദേശിലെ ഏലൂരിനടുത്തുള്ള ദണ്ഡുലൂർ മണ്ഡലത്തിലെ കോവലി എന്ന ചെറിയ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട തെലുങ്കു കുടുംബത്തിലാണ് വിജയലക്ഷ്മി ജനിച്ചത്. അച്ഛൻ രാമല്ലു, അമ്മ സരസമ്മ. ജീവിതം അവൾക്ക് സൗകര്യങ്ങൾ നൽകിയില്ല. പകരം പ്രായം കുറഞ്ഞിരിക്കെ തന്നെ ബാധ്യതകൾ നൽകി. കുടുംബത്തിന്റെ സാമ്പത്തിക പരാധീനത കാരണം 4ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 10 വയസ്സുള്ളപ്പോൾ വിജയലക്ഷ്മി പഠനം അവസാനിപ്പിച്ചു. വശ്യതയാർന്ന കണ്ണുകളും ആകർഷകമായ രൂപവും പ്രായത്തേക്കാൾ വേഗത്തിൽ വളർന്ന ശരീരഘടനയും കാരണം ഗ്രാമീണരിൽ അവൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നോട്ടപ്പുള്ളിയായി മാറി. അത് ഭയന്ന് കുടുംബം വളരെ ചെറുപ്പത്തിലെ ഒരു മുതിർന്ന പുരുഷനുമായി വിവാഹം കഴിപ്പിച്ചു. പക്ഷേ ആ വിവാഹം അവളുടെ ജീവിതത്തിന് സുരക്ഷയായില്ല. ഭർത്താവും അവരുടെ കുടുംബവും അവളോട് മോശമായി പെരുമാറി. അവസാനം വിജയലക്ഷ്മി ആ ബന്ധത്തിൽ നിന്ന് ഓടിപ്പോരുകയായിരുന്നു. അതൊരു പെൺകുട്ടിയുടെ തോൽവിയല്ലായിരുന്നു. ജീവിത പീഡനങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ അവൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്ന ഒരു കടുത്ത തീരുമാനമായിരുന്നു സിനിമയിലേക്കുള്ള യാത്ര. സ്വയം ഉപജീവനം ഉറപ്പാക്കുന്നതിനായി ആദ്യം അവൾ വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്തു. തുടർന്ന് ജീവിതത്തിന് സ്ഥിരത നേടുന്നതിൻ്റെ ഭാഗമായി അവൾ സിനിമയിൽ അഭിനയിക്കണം എന്ന ലക്ഷ്യവുമായി സ്വന്തം അമ്പായിയോടൊപ്പം തെന്നിന്ത്യൻ സിനിമയുടെ ഈറ്റിലമായ ചെന്നൈയിലെത്തി. പൂർണ്ണ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നതിനായി ചാനൽ സന്ദർശിക്കുക. സ്ക്രിപ്റ്റ് ആൻഡ് ദ സെർച്ച് റഷീദ് തൊഴിയൂർ. ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. നറേഷൻ ഗോകുൽ പി ഗോപാൽ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മുഹമ്മദ് സാലിഹ്. സ്പെഷ്യൽ താങ്ക്സ് മാതൃഭൂമി, മനോരമ ഓൺലൈൻ. ആർക്കൈവൽ റെഫറൻസസ്. ഈ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു താരത്തിന്റെ കഥയുമായി ഉടനെ വരാം. സ്റ്റേ ട്യൂൺഡ്.